من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قولوا قولا سديدا يصلح لكم أعمالكم. اتقوا الله وعباد الله. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ധാരാളം മഴ ലഭിക്കുന്ന ഒരു സമയമാണ്. നല്ല മഴ ലഭിക്കുന്ന സന്ദർഭം. മഴയെപ്പറ്റി ശാസ്ത്രീയമായ പഠനം, കടലിലെ ഉപ്പുവെള്ളം മഴയായി ക്ലൗഡ്സ് മേഘങ്ങളായിട്ട് വന്നിട്ട് നമുക്ക് വരികയാണ്. ഈ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഈ ചെടികളിൽ നിന്ന് ഓക്സിജൻ നമുക്ക് ലഭിക്കുന്നത്. ചെടികൾ ഓക്സിജൻ മാത്രമല്ല, ചെടികൾ നമുക്ക് നൽകുന്നത് ഭക്ഷണമാണ്. ഇന്നിപ്പോൾ ഈ പള്ളി കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്, വെള്ളം കുടിക്കാൻ പോവാണ്. ഇന്ന് രാവിലെ എണീറ്റ് നമ്മൾ ചായ കുടിച്ചു, വെള്ളം കുടിക്കുകയാണ്. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ചോറ് തിന്നണമെങ്കിൽ ആ ഭക്ഷണം നമുക്ക് ചെടികളിൽ നിന്ന് തരുന്നതാണ്. ഈ ചെടികളെ വളർത്തുന്നത് അല്ലാഹുവാണ്. ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഓക്സിജൻ വെന്റിലേറ്ററിലാണെങ്കിൽ ഓരോ മണിക്കൂറിനും കൊടുക്കേണ്ട തുക ചില്ലറയൊന്നുമല്ല, വലിയൊരു എമൗണ്ടാണ്. 24 മണിക്കൂർ ഒരാളെ വെന്റിലേറ്ററിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കണം. അള്ളാഹിൻ്റെ നിഅമത്താണ്. ശ്വസിക്കുന്ന ഓക്സിജനും കഴിക്കുന്ന ഭക്ഷണവും നമ്മളിങ്ങനെ കണ്ണ് ഒരു പ്രാവശ്യം അടച്ച് തുറക്കുന്നത് വരെ അള്ളാഹിൻ്റെ നിഅമത്താണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ നിഅമത്തുകൾക്ക് നന്ദിയുള്ളവരായി മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ പരിശ്രമം ജയിക്കുമ്പോൾ, ആ പരിശ്രമം വിജയിച്ചാൽ അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു നാവും രുചിച്ചിട്ടില്ലാത്ത, ഒരാളും ആസ്വദിച്ചിട്ടില്ലാത്ത, ആസ്വാദനങ്ങൾ അസ്തമിക്കാത്ത സ്വർഗപ്രപഞ്ചത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രവേശനം നേടാം. അള്ളാഹുവേ, അത്തരത്തിൽ സുന്ദരമായ നിനക്കിഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. നന്ദിയുള്ളവരാക്കണേ അല്ലാഹ്. സൂറത്തുൽ മുർസലാത്ത് എന്ന സൂറത്തുണ്ട്, 100ാമത്തെ സൂറത്താണ്. 114 സൂറത്തിലെ 100ാമത്തെ സൂറത്ത്. വൽ ആദിയാതി, സൂറത്തുൽ ആദിയാത്ത്. വൽ ആദിയാതി ളബ്ഹ ഫൽ മൂരിയാതി ഖദ്ഹ. കുതിരയെ പറ്റി എക്സാമ്പിൾ ചെയ്യാം. നമ്മളിവിടെ നാട്ടിലൊന്നും അങ്ങനെ കുതിര അത്ര ഫേമസ് അല്ല. നമ്മളത് ഇന്നത്തെ കാലത്ത് നമുക്ക് അത്ര യൂസ്ഫുൾ അല്ലെങ്കിലും യൂറോപ്പിലൊക്കെ ഇപ്പോഴും കുതിരയാണ്. ഇപ്പോഴും പോലീസ് സേനയിലും മിലിറ്ററിയിലൊക്കെ മേജർ കമാൻഡേഴ്സിൻ്റെ മുമ്പിൽ അതൊരു ചടങ്ങ് പോലെ കുതിരപ്പടയാളികൾ ഉണ്ട്. പണ്ട് കാലത്ത് യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് കുതിരയുള്ളവർ ജയിച്ചെന്ന ബദർ യുദ്ധത്തിൽ
ഏതാനും എണ്ണപ്പെട്ട കുതിരപ്പടയാളികൾ മാത്രമാണ് മുസ്ലിങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നത്. ശത്രുക്കൾക്ക് കുറേ കുതിരയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജയസാധ്യത, മേലെ നിന്ന് താഴോട്ട് വാളുകൊണ്ട് വെട്ടാൻ പറ്റുന്ന സൗകര്യപ്രദമായ ഒരു സംവിധാനമാണ് കുതിര. ഈ കുതിരയെ പറ്റിയാണ് സൂറത്തുൽ ആദിയാത്ത് പറയുന്നത്. വൽ ആദിയാത്തി ളബ്ഹ ഫൽ മൂരിയാത്തി ഖദ്ഹ ഫൽ മുഗീറാത്തി സുബ്ഹ. സുബ്ഹ് എന്ന വാക്ക് എല്ലാവരും പറയും. അതിരാവിലെ എഴുന്നേൽക്കാൻ പറ്റും. നമ്മൾ സകല ജീവജാലങ്ങളും, നമ്മളിപ്പം നല്ല മഴയും തണുപ്പൊക്കെ ആണെങ്കിൽ രാവിലെ എണീറ്റ് കിട്ടാൻ ചിലർക്കൊക്കെ പാടാണ്. പക്ഷേ കുതിര അതുപോലെ ജീവജാലങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ അവർ കൃത്യസമയത്ത് ഉണരുന്നു. കൃത്യമായ സമയത്ത് ഉണരുകയും വേണ്ട പോലെ നല്ല രീതിയിൽ എഴുന്നേറ്റ് അവരുടെ ജോലി ചെയ്യും. കുതിരയുടെ ജോലി, യജമാനൻ വെറും പുല്ലും വെള്ളവും കൊടുക്കുന്നതിൻ്റെ പേരിൽ യുദ്ധക്കളത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് അതിശീഘ്രം പാഞ്ഞുപോയി യുദ്ധം ചെയ്യുന്ന കുതിരകളെ കണ്ട് കുതിരകളെ എന്നൊരു സ്വരമാണ് സൂറത്തുൽ ആദിയാത്ത്. മനുഷ്യരോടാ പറയുന്നത്. കാരണം പിന്നെ പറയുന്ന വാക്ക് പ്രധാനമാണ്. വൽ ആദിയാത്തി ളബ്ഹ ഫൽ മൂരിയാത്തി ഖദ്ഹ ഫൽ മുഗീറാത്തി സുബ്ഹ ഫഅതർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന എന്ന് പറയുന്നതാണ്. ഇന്ന ഖുർആൻ ഇന്ന പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉറപ്പിച്ച് പറയും. ഇൻഡീഡ്, അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. ഈ ഉറപ്പിച്ച് ഇന്നൽ ഇൻസാന, മനുഷ്യൻ, കനൂദ്, നന്ദി കെട്ടൻ. ഈ കനൂദ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കാര്യം നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുത്തിട്ട്, ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളൊരാൾക്ക് ഒരു പൈസ കൊടുത്ത് സഹായിച്ചു, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നമ്മൾ അയാളോട് പോയി തിരിച്ചൊരു സഹായം ചോദിച്ചാൽ അയാൾ നമ്മൾക്കത് ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, ഉണ്ട ചോറിന് നന്ദി കാണിക്കില്ല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഇതുപോലെ കനൂദ് എന്ന നന്ദി കെട്ടവൻ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇത് എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണെങ്കിലും അടുത്ത ആയത്തെ ഡിഫിനിഷൻ അതിൻ്റെ ഖുർആൻ അങ്ങനെയാണ്. ആയത്ത് പറഞ്ഞിട്ട് അതിനുശേഷം ഫൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുന്നവർ. പിന്നെയാണ് വിഷയം പറയാം. അത് ഖുർആൻ്റെ അറബ് ഭാഷയുടെ ഒരു ശൈലിയാണ്. അപ്പോൾ ഇവിടെ പറയും ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വ ഇന്നഹു അലാ ദാലിക ലശഹീദ് വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഷദീദ് എന്ന് പറഞ്ഞ അറബ് വാക്കിന് കഠിനമായ ഹുബ്ബ്. എന്തിനോടാ? ഖൈറിനോട്, ദുനിയാവിനോട്, പറമ്പിനോട്, വീടിനോട്, ബിസിനസ്സിനോട്, പണത്തോട് അതിയായ അടങ്ങാത്ത ആർത്തി കാരണമാണ് ഇത്ര മനുഷ്യൻ നന്ദിയില്ലാത്തവനാകുന്നത്. അപ്പോൾ ഈ നന്ദി കാണിക്കുക എന്നാൽ എന്താണ്? നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹ്ക്ക് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരം നോമ്പും ഇബാദത്തുകളല്ല, അത് ഒരു വശത്താണ്. നിസ്കാരം കൊണ്ട് സ്വർഗത്തിൽ പോകാം, പക്ഷെ നിസ്കാരം കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. നിസ്കാരത്തിലേക്കാൾ അപ്പുറം നമ്മുടെ ജീവിതം അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്ന് പറയുമ്പോൾ ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന അനുജൻ വല്ലാതെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിട്ട് ജീവിക്കുക. ജ്യേഷ്ഠൻ അടിപൊളി വീടും നല്ല കാറും നല്ല സൗകര്യവും എല്ലാ അർത്ഥത്തിലും നല്ല വരുമാനം, സുന്ദരമായ ജീവിതം. അനുജൻ ഇങ്ങനെ വരണ്ട് വറ്റി പ്രയാസത്തിൻ്റെ മേലെ പ്രയാസമായിട്ട് ജീവിക്കുക. ഈ ജ്യേഷ്ഠന് അനുജൻ്റെ മേലെ ബാധ്യതയില്ലേ? പെങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുക, ആങ്ങളെ തോന്നിയതുപോലെ ജീവിക്കുക. ആങ്ങളെയും പെങ്ങളുമായിട്ട് കാണുമ്പോഴുള്ള ബന്ധം എന്നല്ലാതെ മറ്റൊരു വിശേഷം ആങ്ങളെക്ക് അറിയേണ്ടതുമില്ല, ആങ്ങളെ നോക്കണമില്ല. മക്കള് ബാപ്പാനെ നോക്കുന്നില്ല. മാതാപിതാക്കൾ മുസ്ലിം സമുദായത്തിൽ കുറവാണ്, അൽഹംദുലില്ലാ, അത് വലിയ കാര്യമാണ്. പക്ഷേ മറ്റ് സമുദായങ്ങളിലൊക്കെ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം പോലും മാസത്തിലോ മാസങ്ങൾക്ക് ശേഷം കാണുന്ന കാഴ്ചയിൽ ഒതുങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുആമലാത്തുമായിട്ട് ബന്ധപ്പെട്ട് അയൽവാസികളുമായിട്ടുള്ള ബന്ധം, ഇതാണ് നന്ദി കാണിക്കുക. ഈ നമ്മളിങ്ങനെ സിഫത്തുകൾ എന്ന് പഠിച്ചിട്ടില്ല. അള്ളാഹിൻ്റെ 99 നാമങ്ങൾ. ഈ 99 നാമങ്ങൾ, അള്ളാഹുവിൻ്റെ 99 നാമങ്ങളെ നമ്മിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന. അപ്പോൾ വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. നമ്മൾ അള്ളാഹിൻ്റെ പ്രതിനിധികളായിട്ടാണ്. ഇവിടെയുള്ള ആട്, പോത്ത്, പശു, ഇവിടെയുള്ള ജീവജാലങ്ങൾക്കൊന്നും അള്ളാഹിൻ്റെ പ്രാതിനിധ്യമല്ല. ഖിലാഫത്ത് നമുക്ക് ഏൽപ്പിച്ചതാണ്. എന്താണ് ഈ ഖിലാഫത്ത്? അപ്പം നമ്മളെപ്പോഴും പറയും, പഠിച്ചവൻ എനിക്ക് അഫൂവ് ചെയ്ത് തരണേ. നമ്മൾ പറയുന്ന അറബ് വാക്കാണ് അഫൂവ് ചെയ്യാൻ. പഠിച്ചവനോട് ഇങ്ങനെ പറയും, അഫൂവ് ചെയ്ത് തരണേ, അഫൂവ് ചെയ്ത് തരണേ. നമ്മൾ ആർക്കൊന്നും വിട്ടുകൊടുക്കില്ല. നമ്മൾ വിട്ടുകൊടുക്കാനും, എന്നാലും അന്നവൻ എന്നെ ദ്രോഹിച്ചു, അന്നവൻ എന്നോട് ചെയ്ത ചതി ഞാൻ മറക്കൂല. ഇതൊക്കെയാണ് പലരുടെയും വർത്തമാനങ്ങൾ. അതിലപ്പുറത്തേക്ക് സഹജീവികളോട്, സഹപ്രവർത്തകരോട് സ്വാഭാവികമാണ്.
എല്ലാവരുടെ ഭാഗത്തുനിന്നും ചിന്തിക്കുമ്പോൾ പല തെറ്റുകളുണ്ടാവും. കുടുംബക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവും, അയൽവാസികളുടെ, സുഹൃത്തുക്കളുടെ, എല്ലാവരുടെയും ഭാഗത്ത് നമുക്ക് പ്രയാസങ്ങൾ, ഭീഷണികൾ, വെല്ലുവിളികൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഒക്കെ സ്വാഭാവികമാണ്. ഇപ്പം നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ചങ്ങ് പോയാൽ നമുക്കറിയാം എത്രമാത്രം ആളുകൾ ഒരു മൈൻഡും ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ആളുകൾ. ബാക്കിയുള്ളവരെ പറ്റി ബോധവടെയല്ല. ബാക്കിയുള്ളവരോ എയർപോർട്ടിൽ പോകണോ, ഹോസ്പിറ്റലിൽ പോകണോ, തിരക്കിട്ടോ, അതൊന്നും വിഷയമല്ല. ഞാൻ എൻ്റെ സൗകര്യം, അങ്ങനെ ഇത് ഈ ലോകം എങ്ങനെയാണ്. അപ്പോൾ അവരോടൊക്കെ അഫോ ചെയ്യാം. അക്രമികളോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഒരു ചെറിയ ഷോൾ ഉണ്ടായിരുന്നു. ആ ഷോൾ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ച സഹാബി ഒരു ശത്രുവായിരുന്നു, അന്നത്തെ ശത്രു വന്നിട്ട് ഇങ്ങനെ പിടിച്ചു. അപ്പോൾ അവരോടൊക്കെ അഫോ ചെയ്യുക, നമ്മളോട് ഇങ്ങോട്ട് ദ്രോഹിക്കുന്നവരോട് വരെ അഫോ ചെയ്യാൻ. അപ്പോഴാണ് ദൈവീകമായ ക്ഷമിക്കുക. എത്ര സ്ഥലത്തെ ഖുർആൻ പറഞ്ഞു ഇസ്ബിർ സബ്റൻ ജമീല, നിങ്ങൾ ഭംഗിയുള്ള ക്ഷമ. കാരണം പരീക്ഷണങ്ങളില്ലാത്തവരില്ല. ഇവിടെ ഇപ്പം നല്ല പ്രായമുള്ളവരുണ്ട്, യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്. ഓരോരുത്തർക്കും ഓരോ പരീക്ഷണങ്ങളാണ്. ജീവിതത്തിൽ പരീക്ഷണം വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പാണ്. മരിക്കണത് വരെ പരീക്ഷണങ്ങളുണ്ടാവും. ഇപ്പോൾ റാഹത്തിൽ ഇരിക്കുന്നവരാരും വിചാരിക്കേണ്ട അടുത്ത കൊല്ലം സുഖമായിരിക്കുന്നു. അടുത്ത കൊല്ലം വേറെ പരീക്ഷണങ്ങളാണ്. ഇപ്പോഴുള്ള പരീക്ഷണങ്ങളെക്കാൾ കടുകട്ടി ഇങ്ങനെ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അത് കുടുംബ പ്രശ്നങ്ങളാവാം, സാമ്പത്തിക പ്രശ്നങ്ങളാവാം, അസുഖങ്ങളാവാം. ഇന്നിപ്പോൾ നമ്മൾ വിചാരിക്കില്ല ആരോഗ്യത്തോടെ നമ്മൾ നിൽക്കണം, അടുത്ത വർഷം നമ്മൾ എന്തവസ്ഥയിലെത്തുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്. ആ പരീക്ഷണങ്ങൾ സ്വബറോടെ നേരിടുക, വേദനകൾ നേരിടുക, ബുദ്ധിമുട്ടുകളെ നേരിടുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടക്കുമ്പോൾ എന്തുമാത്രം സർജറികളാണ് മനുഷ്യ ശരീരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ ക്ഷമിക്കുക, അഫൂ ചെയ്യുക. അപ്പോൾ അള്ളാഹിൻ്റെ സിഫത്തുകൾ അതൊക്കെ. റഹ്മത്ത്, അള്ളാഹ് റഹ്മാനാണ്. കരുണ മനസ്സിൽ തോന്നുക. നാട്ടിലെ അയൽവാസിയായ ഒരു മനുഷ്യന് ബുദ്ധിമുട്ടോടു കൂടിയുള്ള ഒരു ജീവിതം കാണുമ്പോൾ ആ പ്രയാസങ്ങൾ തോന്നുക, അതൊക്കെ മാനുഷികമാണ്. ഇതൊരു മനുഷ്യനിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ മുഅ്മിനായി മാറുന്നത്. 6-ാം നൂറ്റാണ്ടിൽ ആ ചുമടുമായിട്ട് പോകുന്ന വൃദ്ധയായ സ്ത്രീയുടെ ചുമടെടുത്ത കഥ അറിയാത്ത ആരും ഇവിടെ ഇരിക്കണില്ല. ആ ചുമടെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചുമടെടുത്ത് ആ വൃദ്ധയുടെ വീട് വരെ കൊടുക്കാൻ മനസ്സിൽ തോന്നിപ്പിക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാം. ഉറുമ്പ് ചാലിട്ട് പോകുമ്പോൾ അവിടെ തീ കത്തുമ്പോൾ ഉറുമ്പിന് വരെ വേദനിക്കരുത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ്റെ പേരാണ് മുസ്ലിം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അള്ളാഹിൻ്റെ സിഫത്തുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ നന്ദിയുള്ളവരാകുന്നത്. അവിടെയാണ് നന്ദി കാണിക്കുന്നവരാകുന്നത്. അവിടെയാണ് നമ്മൾ നന്ദി ഉൾക്കൊള്ളുന്നവരാകുന്നത്. നിസ്കാരം വേണം, നോമ്പ് വേണം, സക്കാത്ത് വേണം, സുന്നത്ത് നിസ്കാരങ്ങൾ വേണം, തസ്ബീഹ് വേണം, തഹ്ലീൽ വേണം, എല്ലാം വേണം. എല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുമ്പിൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്തേക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമുക്ക് ഈ ദുനിയാവിൽ മുആമലാത്തുണ്ട്. ഇതിപ്പോൾ തീരും. നമ്മൾ കാണുന്നില്ലേ, 2 ദിവസം നല്ല വെയിൽ, 3-ാമത്തെ ദിവസം ശക്തമായ മഴ. എത്ര പെട്ടെന്ന് അന്തരീക്ഷം മാറുന്നത്, എത്ര പെട്ടെന്നാണ് ഇരുട് വരുന്നത്, എത്ര പെട്ടെന്നാണ് അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇതുപോലെ ഇദശംസു കുവ്വിറത്, സൂര്യൻ തകർക്കപ്പെടും, നക്ഷത്രങ്ങൾ തകർന്നു വീഴും. ഇദൻ നുജൂമുൻ കദറത്, ലോകം അവസാനിക്കും. ഇതുപോലെ ലോകം വിത്തിൻ സെക്കൻഡ്സ്, ഒരുപാട് സമയം അതിനുണ്ടാവില്ല. ഈ ലോകം അവസാനിക്കും. ആഖിറത്തുണ്ട്. ആ പരലോകത്ത് നമുക്ക് ജയിക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? നന്ദിയുള്ളവരാകുക എന്നാണ്. നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം, നന്ദി കെട്ടവരും ആവാം. അത് നമ്മുടെ ചോയ്സാണ്. ഈ ഭൂമിയിൽ അള്ളാഹു 2 ചോയ്സ് തന്നിട്ടുണ്ട്. ശരിയായ വഴിയും നമുക്കുണ്ട്, തെറ്റായ വഴിയിലും നമുക്ക് ജീവിക്കാം. അള്ളാഹുവിൻ്റെ നന്ദിയുള്ള ദാസന്മാരാവുക എന്നാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ അള്ളാഹു ആവുക എന്ന്. അപ്പോൾ അത് അള്ളാഹ് വഹ്ദാനിയത്തിലേക്ക് വരാന്നല്ല, അള്ളാഹിൻ്റെ പൊസിഷനിൽ വരാന്നല്ല. അള്ളാഹിൻ്റെ സിഫത്തുകളെ, അള്ളാഹിൻ്റെ റഹ്മത്ത് നമ്മുടെ ജീവിതത്തിൽ കാരുണ്യമുള്ള ഒരു മനുഷ്യനായിട്ട് മാറുക. അള്ളാഹിൻ്റെ എല്ലാ സിഫത്തും എടുത്ത് നോക്കുക. റാസിഖാണ്, റിസ്ക്. നമുക്ക് ഇപ്പോൾ കാറിൽ വന്നവരുണ്ട്. ഈ കാറ് നമ്മുടെ കാറാണ്. എൻ്റെ കാറ്, ഞാൻ പെട്രോൾ അടിക്കുന്ന, ഞാൻ പണം കൊടുത്ത് വാങ്ങിയ എൻ്റെ കാർ. അതിലൊരാളെ കയറ്റാൻ എനിക്ക് തോന്നുമ്പോൾ, നമ്മളിങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ഒരു സഹോദരൻ ഇങ്ങനെ നടന്നു പോകണ കാണുമ്പോൾ ഇവൻ അങ്ങാടിയിലേക്കാണല്ലോ, എൻ്റെ അയൽവാസിയല്ലേ, അവൻ കയറിക്കോട്ടെ എന്ന് മനസ്സിൽ ചിന്ത വരുമ്പോഴാണ് കാരുണ്യം ഉണ്ടാകുന്നത്. ഈ കാരുണ്യം, ഈ സഹജീവികളോടുള്ള സ്നേഹം, അവരോടുള്ള ബാധ്യതകൾ, കടപ്പാടുകൾ,
ഒരു ഹദീസിൻ്റെ റിവായത്തിൽ പറയുന്നുണ്ട്, പരലോകത്ത് വിചാരണ സമയത്ത് അള്ള പറയുന്നൊരു വാക്കായിട്ട്, അതൊരു ഒരു സാഹിത്യ ലെവലിലുള്ള ഒരു സാധാരണ ടോക്കല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വർത്താനാണ്. പരലോകത്ത് അള്ളാഹു ചോദിക്കത്രേ, എനിക്ക് കാഴ്ചയില്ല, നിങ്ങൾ എനിക്ക് എൻ്റെ കണ്ണായി മാറിയില്ല, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല. അപ്പോൾ അള്ളാഹുവിന് ഭക്ഷണം കൊടുക്കുക, അള്ളാഹ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സൃഷ്ടികൾ വിശക്കുന്ന അയൽവാസികളുണ്ടെങ്കിൽ, ഒരു ഹദീസിൽ റിപ്പോർട്ട് പറയുന്നത്, ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, അയൽവാസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 വീടുകളാണ്. 40 വീട് അയൽവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള 40 വീട്ടിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അയൽവാസികൾക്ക് വരെ നമ്മൾ ഒരു സ്നേഹ തണലായിട്ട് മാറുക എന്നുള്ളതാണ് യഥാർത്ഥ മുസ്ലിമിൻ്റെ യഥാർത്ഥ മുഖം. അങ്ങനെയാണ്. അപ്പോൾ ഷജറത്തുൻ ത്വയ്യിബ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു നല്ല നന്മ മരം, അതായിട്ട് മാറാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികൾ, അള്ളാഹുവിൻ്റെ നന്ദിയുള്ള ദാസന്മാരായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള എല്ലാവർക്കും പ്രിയം മയ്യത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ വെക്കൂല. നമ്മുടെ മഹല്ല് പള്ളിയിലാണ് ഫസ്റ്റ് ഈ ഇമാമിൻ്റെ ബാക്കിലുള്ള നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയി വെച്ചാൽ ഈ നാട്ടിലെ സകലമാന ആളുകളും വന്നിട്ട്, അത് സംഘടന ഒന്നും ഉണ്ടാവില്ല, എല്ലാവരും വന്നിട്ട് മയ്യത്ത് നിസ്കരിക്കുന്ന ആ സന്ദർഭം. അപ്പോൾ അയാളെ പറ്റി ഇങ്ങനെ ഓർക്കണ ഒരു സമയമുണ്ട്. ഈ മയ്യത്ത് ഇങ്ങനെ വെച്ചിട്ട് മകനായിരിക്കും, മൂത്ത മോനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നൊരു ചടങ്ങുണ്ട് ഇസ്ലാമിൽ. ആ കടബാധ്യത ഏറ്റെടുക്കുകയാണ് കാര്യമായിട്ട്, അതിൻ്റെ കണ്ടന്റ് അതാണ്, കടബാധ്യത ഏറ്റെടുക്കുക, എന്നിട്ട് ഖബറിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിങ്ങനെ സംസാരിക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിലിങ്ങനെ അയാളെപ്പറ്റി ഇങ്ങനെ കടന്നുപോയ ജീവിതത്തിൽ നമ്മളുമായിട്ട് ഇടപഴകിയിട്ടുള്ള ആ മനുഷ്യനെ പറ്റി ഇങ്ങനെ ഒരു വട്ടൊന്ന് മനസ്സിലൂടെ ഓർത്തു പോകും, ആ മരിച്ച മനുഷ്യനെ പറ്റി. അപ്പോൾ നല്ലത് ഓർക്കാൻ പറ്റിയാൽ നമ്മൾ ജയിച്ചു. ഈ നാട്ടിലെ എല്ലാവരോടും നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നന്മ പ്രവർത്തിക്കാനും സാധിച്ചാൽ നമ്മൾ ജയിച്ചു. അതാണ് സൃഷ്ടികളോടുള്ള ബന്ധമാണ് സൃഷ്ടാവിനോടുള്ള ഇഷ്ടം നേടാനുള്ള ഏക വഴി. സൃഷ്ടികളിലൂടെയാണ്. അള്ളാഹുവിൻ്റെ നന്ദിയുള്ള ദാസന്മാരായ അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും മാറ്റണേ അല്ലാ. ജീവിതത്തിൽ വാക്കാലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ പുറത്ത് അഫ്വ് ചെയ്തു തരണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറാ. ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് തഖുല്ലാഹ വഇബാദല്ലാഹ്. ഒരിക്കലൂടെ യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കണമെന്നും അള്ളാഹ്ക്ക് ജീവിതം കൊണ്ട് നന്ദി കാണിക്കണമെന്നും, നന്ദിക്ക് ഒരുപാട് ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം പറയാം. കഴിക്കുന്ന ഭക്ഷണം തന്നെ അത് പൂർണ്ണമായി കഴിക്കാം, വേസ്റ്റാക്കാതെ പൂർണ്ണമായി. ഇപ്പോൾ പ്ലേറ്റ് വടിക്കുന്നത് സുന്നത്താന്ന് പറഞ്ഞു, കറി വരെ വടിച്ച് നക്കി കഴിക്കണം എന്നാണ് സുന്നത്ത് പറയുന്നത്. അപ്പോൾ അത് ഭക്ഷണത്തോടുള്ള ആർത്തിയല്ല, റബ്ബിനോടുള്ള ഹുബ്ബാണ്. ഒരു അരിമണി എടുത്തിട്ട് അത് പുറത്ത് പോകുമ്പോൾ അത് കഴുകി കഴിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, ഈ ഒരു അരിമണിയുടെ 6 മാസം വഴലതുണ്ടായി വരുന്നതിൻ്റെ അതിനോടുള്ള നന്ദിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തോട് കുലു വശ്രബ്, ഖുർആൻ പറഞ്ഞു നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, അള്ളാഹിൻ്റെ റഹ്മത്താണ്, മഴ അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തരുമ്പോൾ അള്ളാഹുവിനോടുള്ള ഒരു ഇഷ്ടം ഇങ്ങനെ കൂടി വരിക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുകയാണ്, ആരോടാണ് ഏറ്റവും ഇഷ്ടം? നിങ്ങൾക്കിപ്പോൾ ആരോടാണ് ഏറ്റവും ഇഷ്ടം? ചിലരുടെ ഉത്തരം ഭാര്യ, ചിലർക്ക് മക്കളായിരിക്കും. എല്ലാം ജീവിതം എന്ന് പറഞ്ഞാൽ മക്കളായിരിക്കും. ജോലി കഴിഞ്ഞാൽ നേരെ മക്കൾ, കുട്ടികളാണെങ്കിൽ ഫ്രണ്ട്സായിരിക്കും. പക്ഷേ അവരാരും നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു കുറച്ച് കാലത്തേക്ക് ഫ്രണ്ട്സ് തന്നെ ഒരു കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്ഷിപ്പൊക്കെ എങ്ങനെ ഫാമിലി ആവുന്നതോടുകൂടി പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആകുന്നു. ഫ്രണ്ട്ഷിപ്പ് ഒരു പരിധി ഉണ്ട്, ഉണ്ടാവും, പക്ഷെ അത്ര ഉണ്ടാവില്ല. അതുപോലെ ഒരു നിശ്ചിത കാലത്ത് മക്കളപ്പം നമ്മൾ പൊന്നു പോലെ നോക്കണം. ഒരു കാലം കഴിഞ്ഞ് ഒരു കല്യാണം കഴിച്ച് ഓലങ്ങ് പോവാണ്, പിന്നെ ഓല് ബൈ, പിന്നെ ഓല് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലൈഫിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ വന്നെങ്കിലായി. പക്ഷേ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ റബ്ബാണ്. നമുക്കെല്ലാം തന്നത് റബ്ബാണ്. ആ റബ്ബിനെ കൂടെ നിർത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു ആത്മവിചാരണയാണ്
ഇന്ന് നമ്മൾ നടത്തേണ്ടത്, ഞാനും നിങ്ങളും നടത്തേണ്ടത്. ആ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ ദുആ കേൾക്കാൻ ആ റബ്ബ്, ഞാൻ അതിന് പ്രാപ്തനാണ്. ഞാൻ റിളല്ല എന്ന എൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിചാരണ സ്വയം നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം എൻ്റെ റബ്ബ് എന്നെക്കുറിച്ച് തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊരു ജീവിതത്തിൽ റഹ്മത്തില്ല, ബർക്കത്തില്ല, ഒരു വിജയങ്ങളുമില്ല. നമ്മൾ എത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും അതൊക്കെ വെറുതെയാണ്. അതൊക്കെ ഈ 6 അടി മണ്ണിൽ ഉപേക്ഷിച്ച് പോകാനല്ലാതെ വേറൊന്നുമില്ല. അതിന് ഏറ്റവും നല്ല നീയത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത്, സൽക്കർമ്മങ്ങൾ ആമനു ആമിലു, ഇത്ര സ്ഥലത്ത് ഖുർആനിൽ പറയുന്നത് ആമനു ആമിലു സ്വാലിഹാത്ത്. ഈ നിസ്കാരത്തെ പറ്റി പറയുന്ന പോലെ യുഖീമു സ്വലാത്ത വയുത്തു സക്കാത്ത വരുന്ന പോലെ ആമനു ആമിലു സ്വാലിഹാത്ത്. വിശ്വസിച്ചാൽ പോരാ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അമല് ചെയ്യണം. അമല് കൊണ്ട് മാത്രമേ രക്ഷപ്പെടുള്ളൂ പ്രിയമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ. അമല് കൊണ്ട് മാത്രം, സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം. സൽക്കർമ്മങ്ങൾ അല്ലാഹ് സ്വീകരിക്കണതിലൊരു ഉപാധിയുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ആ കർമ്മത്തിൻ്റെ പ്രതിഫലം, ആ പ്രതിഫലം ഇപ്പം ഇവിടെ പള്ളി നവീകരിച്ച് പുതിയ നല്ല സൗകര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് സഹോദരന്മാരുടെ ഫണ്ടാണ്. അപ്പം ഓരോരുത്തർ തരുമ്പോൾ ആ നീയത്തുണ്ടല്ലോ, എമൗണ്ടിൻ്റെ വക ഇത്ര എമൗണ്ട് എടുത്തോ എന്ന് പറഞ്ഞ് ആ വക അങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ ആ നിഷ്കളങ്കമായ നീയത്തുണ്ടല്ലോ, ആ നീയത്തിനാണ് അല്ലാഹ്. ചിലപ്പോൾ ഒരു പക്ഷേ 5 ലക്ഷം കൊടുത്ത ആളുടെ അതിനേക്കാൾ അള്ളാഹു സ്വീകരിക്കുക 1000 രൂപ കൊടുത്ത ആളുടെ നീയത്തായിരിക്കും. അയാളുടെ സമ്പത്തിൽ അയാൾക്ക് അത്രയൊന്നും പൈസ കൊടുക്കാനുണ്ടാവില്ല. പക്ഷെ ഉള്ളത് എൻ്റെ അള്ളാഹിൻ്റെ ഭവനത്തിന് വേണ്ടി ഞാനൊരു 1000 രൂപ കൊടുക്കുക. ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ഇൻറ്റൻഷൻ, കൃത്യമായ ഉദ്ദേശത്തെയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് കാണുന്നത്. അതെല്ലാ അമലും അങ്ങനെ തന്നെയാണ്. നിസ്കാരത്തിലും ഉണ്ടല്ലോ, ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, സാഹൂനായിക്കൊണ്ട് അശ്രദ്ധയോടെ നിസ്കരിച്ചാൽ നാശമാണ്, കൂലിയല്ല കിട്ടുക, നാശമാണ്. അമലുകൾ പിന്നിലുള്ള ഉദ്ദേശമനുസരിച്ചാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ കൽബകങ്ങളെ നന്നാക്കി തരണേ അല്ലാ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നല്ലത് ചിന്തിപ്പിക്കണേ അല്ലാ, തെറ്റായ എല്ലാവിധ വൃത്തികേടുകളും വൃത്തികെട്ട ചിന്തകളും മനസ്സിന്ന് മാറ്റിത്തരണേ അല്ലാ. ഹൃദയം ശുദ്ധീകരിക്കാൻ നബിയുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലൊരു അവയവുണ്ട്, അത് നന്നായാൽ നിങ്ങൾ നന്നായി. അള്ളാഹുവെ, ഹൃദയം നന്നാക്കി തരണേ അല്ലാ, നല്ല മനസ്സ് തരണേ അല്ലാ, റഹ്മത്തുള്ള മനസ്സ് തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ, പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ, വഹിക്കാനാവാത്ത ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ തരല്ലേ അല്ലാ. അസുഖങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. രോഗമില്ലാതെ ആരോഗ്യത്തോടെ ജീവിച്ച് ആരോഗ്യത്തോടെ മരണപ്പെടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങൾ കാരണം, ഞങ്ങളുടെ നാവ് കാരണം ഞങ്ങളുടെ കുടുംബത്തിലോ നാട്ടിലോ അയൽപ്പക്കത്തോ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ അല്ലാ. നല്ലത് പറയാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. കർമ്മങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കണേ അല്ലാ. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ വീട്ടിൽ റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ലാ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. അള്ളാഹുവെ, പണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. കടങ്ങൾ ഞങ്ങൾക്ക് വരുത്താതെ കടമില്ലാതെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായി മരണപ്പെടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. നല്ല തീരത്തെത്തിക്കണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നല്ല ജോലിയും നല്ല സമ്പാദ്യവും ഹലാലായ അന്തസ്സുള്ള ജീവിതം മക്കൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ നാടിനെ നീ പ്രത്യേകം അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് നിഅമത്തുള്ള നാടാ അല്ലാ, എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ നാടാ. അള്ളാഹുവെ, നന്ദി കാണിച്ച് ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ, വർഗീയതയും തെറ്റായ എല്ലാ അക്രമങ്ങളിൽ നിന്നും ഈ നാടിനെ നീ കാക്കണേ അല്ലാ. അള്ളാഹുവെ, ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാ മതങ്ങളും സമുദായങ്ങളും ഒന്നിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ, ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള വിശ്വാസി സമൂഹങ്ങൾക്ക് അള്ളാഹുവെ നീ കാവൽ നിൽക്കണേ അല്ലാ. അവരെ നീ സഹായിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم
والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا تقبل منا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. قم الصلاة.